മുഴനെഞ്ച് ഇങ്ങനെ കപ്പയിൽ ഇങ്ങനെ കുഴച്ചെടുത്തു. അതിൻ്റെ മുകളിൽ കുറച്ച് സവോളയും പച്ചമുളകൊക്കെ അരിഞ്ഞത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചു. എന്നിട്ട് ഇതിങ്ങനെ അങ്ങ് പൊക്കി. പണ്ടൊക്കെ ട്രഡീഷണൽ ക്രിസ്ത്യൻ ഫാമിലിയുടെ കല്യാണം തലേന്ന് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ മുഴനെഞ്ച് കപ്പയും കൂടെയുള്ള ഈ സാധനം. അല്ലെങ്കിൽ എല്ലും കപ്പയെന്ന് വേണമെങ്കിൽ പറയാം. ഓ എൻ്റെ അമ്മോ, നല്ല രുചി. അയ്യോ അപാരമാണ്. ഈ മുഴനെഞ്ചെന്ന് കേട്ടിട്ടില്ല, എടനെഞ്ചെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പം ഇന്ന് മുഴനെഞ്ചും കപ്പയും കൊണ്ടുള്ള ഒരു കിടിലൻ പുഴുക്കാണ് ചെയ്യുന്നത്. മുഴനെഞ്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഭാഗമാണ് കേട്ടോ. ഈ കപ്പയുടെ കൂടെ കഴിക്കാനുള്ള ഭാഗം. അതായത് നമ്മൾ എല്ലൊക്കെ ബീഫിൻ്റെ എല്ലൊന്നും കടിച്ചാൽ പൊട്ടൂലല്ലോ. പക്ഷേ ഈ മുഴനെഞ്ച് കടിച്ചാൽ അതൊന്ന് പോകും. ഭയങ്കര ടേസ്റ്റും ആയിരിക്കും. ഇറച്ചി വളരെ കുറവായിരിക്കും. ഇവന് വായിൽ ഇപ്പോഴേ വെള്ളം വരുന്നു. ആ എല്ലിനും അതിൻ്റെ കൂടെയുള്ള ഇറച്ചിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. കപ്പയുടെ കൂടെ ചക്കയുടെ കൂടെ കിടുമായിരിക്കും. അപ്പോൾ നോക്കുമല്ലേ. ഇവിടെ 1 കിലോ മുഴനെഞ്ച് വെട്ടി വൃത്തിയാക്കി നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. അതിലേക്ക് മുളക് പൊടി 4 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി ഒരു 4 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല 1 ടീസ്പൂൺ, ഉപ്പ്, കറിവേപ്പില എല്ലാം കൂട്ടിച്ചേർത്ത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് 1 മണിക്കൂർ വെക്കണം. 1 മണിക്കൂർ കഴിഞ്ഞ് ഇത് കുക്കറിലേക്ക് ഇട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു 5 വിസിൽ അടുപ്പിക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് കപ്പ കഴുകി തൊലി കളഞ്ഞ് പൊളിച്ച് കൊത്തി അരിയണം. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ കഴുകി കലത്തിലിട്ട് ആവശ്യത്തിന് ഉപ്പും 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിക്കണം. വെള്ളം എപ്പോഴും കൂടുതൽ വേണം കേട്ടോ കപ്പ വേവിക്കുമ്പോൾ, കാരണം നമുക്കത് ഊറ്റിക്കളയാനുള്ളതാണ്. ഇതാ വെന്ത് പാകമായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതങ്ങ് മാറ്റി വെച്ച് വലിയൊരു ചെമ്പ് നമുക്ക് വെക്കണം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കണം. ഇനി 20 ചെറിയുള്ളി അരിഞ്ഞത്, ഒരു 10 പച്ചമുളക് കീറിയത്, 1 കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 2 കുടം വെളുത്തുള്ളി തൊലിയോടുകൂടെ ചതച്ചതും, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് വഴറ്റി മൂപ്പിക്കണം. ഇനി കുക്കറിൽ അടുപ്പിച്ച മുഴനെഞ്ച് ഇതിലേക്ക് ഇടാം. കപ്പ ഊറ്റിയ ശേഷം ഇതിൻ്റെ കൂടെ ചേർക്കണം. ഇളക്കി മറിച്ച് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് മൂപ്പിച്ചിടണം. അതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് 1 ടീസ്പൂൺ മാത്രം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച ശേഷം നമ്മുടെ മുഴനെഞ്ചിലേക്ക് ഇടാം. ഇനി 3 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ അങ്ങോട്ട് ചേർത്തിട്ട് ഇളക്കാം. കല്യാണ തലേന്നിലെ താരം തട്ടുകടയിലെ കൊമ്പൻ മുഴനെഞ്ച് റെഡിയായല്ലോ. അപ്പോൾ നമ്മുടെ സജിപ്പപ്പയാണ് ഇന്ന് മുഴനെഞ്ച് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. ആജിലാണ് ഷൂട്ട് ചെയ്തേണത്. അപ്പോൾ ആജിൽ എനിക്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു തന്നു. പക്ഷേ ഉള്ളി ഇഷ്ടം അല്ല എന്നുള്ളത് മറന്നുപോയി കേട്ടോ. അപ്പോൾ ഉള്ളി നമ്മൾ മാറ്റി വെച്ചു. ഇത് കടയിലെ പോലെയുള്ളൊരു ഡെക്കറേഷനൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഒന്നുമില്ലാതെ ഞാനീ കടിച്ചത് എല്ലാമാണ്, ഇറച്ചിയല്ല. പണ്ടൊക്കെ ട്രഡീഷണൽ ക്രിസ്ത്യൻ ഫാമിലിയുടെ കല്യാണം തലേന്ന് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ മുഴനെഞ്ച് കപ്പയും കൂടെയുള്ള ഈ സാധനം. അല്ലെങ്കിൽ എല്ലും കപ്പയെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം പിന്നെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എല്ലാവരുടെയും വീട്ടിലിത് പരീക്ഷിക്കാൻ തുടങ്ങി. എനിക്ക് ഇതിൻ്റെ അകത്ത് കപ്പയേക്കാൾ ഇഷ്ടം ഇതാണ് കേട്ടോ. കടിക്കാൻ പറ്റാത്ത എല്ലുന്നു പോലും നമുക്ക് അതിൻ്റെ മജ്ജ കിട്ടും. അപ്പോൾ നമ്മുടെ സജിപ്പപ്പയാണ് ഇത് ഉണ്ടാക്കിയത്. അജിലിൻ്റെ പപ്പ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര കൈപ്പുണ്യാണെന്ന് പറഞ്ഞില്ലേ. ചെക്കന് വെറുതെ അല്ല കൈപ്പുണ്യം കേട്ടോ. അടിപൊളിയാണ്. നോക്കിക്ക്, നല്ല വെൽവെറ്റ് പോലെ ഇരിക്കുന്നു. എത്ര തിന്നാലും മതിയാവില്ല കേട്ടോ. പണ്ടൊക്കെ കല്യാണ വീടുകളിൽ എങ്ങനെയായിരുന്നു എന്നറിയോ, ഒരു പോത്തിനെ മൊത്തമായിട്ട് വാങ്ങും. അപ്പോൾ പിറ്റേന്ന് ഉള്ള ചോറിനുള്ള ഇറച്ചി അതിൽ നിന്നും കിട്ടും. ബാക്കിയുള്ള ഈ മുഴനെഞ്ചും എല്ലുകളും ഒക്കെ കൂടെ വെട്ടി നുറുക്കിയിട്ട് കപ്പയും വേവിച്ച ഒരു ആറാട്ടാണ് തലേ ദിവസം. കഴിക്കാൻ വരുന്ന ആളുകൾക്കും ഹാപ്പിയാണ്, ഭയങ്കര ടേസ്റ്റാണല്ലോ. വീട്ടുകാർക്കും സന്തോഷം, സമാധാനം, പോക്കറ്റ് കീറത്തുമില്ല. ഐഡിയ കൊള്ളാം അല്ലേ? നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിപ്പോഴും ഉണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എത്ര പേര് ഇത് കഴിച്ചിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഈ മുഴനെഞ്ച് എന്നുള്ള പേര് എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് പറയുക. അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ എന്തെതിനെ പറയാമെന്ന് പറയുക. അപ്പോൾ മുഴനെഞ്ച് ഉണ്ടാക്കുന്നത് കണ്ടല്ലോ. റെസിപ്പീസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയേക്കാം കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും പരീക്ഷിക്കണം. ഇനിയിപ്പോൾ നോൺ വെജ് കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ സോയ വെച്ചോ പനീർ വെച്ചിട്ടോ ഇതേ റെസിപ്പി ഒന്ന് പരീക്ഷിച്ചാൽ മതി. ഇനിയിപ്പോൾ ബീഫ് കഴിക്കാത്തവരാണെങ്കിൽ ചിക്കൻ വെച്ചിട്ടും സെയിം റെസിപ്പിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. സൗണ്ട് ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് പോയി. അലർജിയുടെ ടാബ്ലറ്റ് അങ്ങനെ എക്സ്ട്രീം ആയതുകൊണ്ട് ഒന്നും ചെയ്യാനും പറ്റണില്ല. ചാനൽ നിർത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ട് വഴിയിൽ കൂടെ പോകുന്നവരൊക്കെ വിളിച്ചിട്ട് വീഡിയോ ചെയ്യിക്കുന്ന ഒരു അവസ്ഥയായി. റെസിപ്പി നമ്മുടെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്താണെങ്കിലും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ പതിപോലെ ഷെയർ ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് തരണം. ഓക്കെ, നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.